ഓ ഫൈനലി യെസ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബ്ലെസ്സി. നിങ്ങളോടൊപ്പം ലൈവിൽ ജസ്റ്റ് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് കമൻസ് ഒക്കെ വരാൻ തുടങ്ങിയെന്നേ ഉള്ളൂ. കമൻസുകളെല്ലാം എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ പതുക്കെ പതുക്കെ വ്യൂവേഴ്സ് കൂടുന്നതനുസരിച്ച് കമൻസും കൂടുമെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഓഡിയോ എല്ലാം ഓക്കെ അല്ലേ? ഐ ഹോപ്പ് ഐ എം ഓഡിബിൾ. യെസ്, സുഖമാണ് അഞ്ജു, സുഖമായിട്ടിരിക്കുന്നു. സുദർശനിക, ദീപ, നിക്കുൽ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇപ്പം സമയം ഏകദേശം 8 മണിയോട് 8 മണിയായി അല്ലേ വേണേ പറയാം. ഇല്ല അഞ്ജു, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പൊ എല്ലാവർക്കും ഹായ്. നമസ്കാരം ശ്രീജിത്തേട്ടാ, സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. റോബിൻസൺ, ഹായ് റോബിൻസൺ. ചിപ്പി, വിനോദ്, ഹായ് ശരണ്യ, സുരേഷ്, സുരു, മുഹമ്മദ് റിയാസ് എല്ലാം ഓക്കെ ആണെന്ന് പറയുന്നു. ഓക്കെ, ഞാൻ നേരത്തെ ചോദിച്ചത് എനിക്ക് തോന്നുന്നു ഇപ്പം ജസ്റ്റ് അതിൻ്റെ റിപ്ലൈ വരുന്നേ ഉള്ളൂ. എന്തെങ്കിലും ഞാൻ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും കേൾവിക്കുറവോ അല്ലെങ്കിൽ ഞാൻ കണക്ടിവിറ്റി ഇഷ്യൂസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, സോ ഞാൻ ഇപ്പോൾ ഓഡിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. പതുക്കെ പതുക്കെ നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളും അല്ലെങ്കിൽ എന്നോട് ചോദിക്കാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാനും അതിന് റിപ്ലൈ തരാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഹായ് 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 എന്ന് മാത്രം അയക്കരുത് കേട്ടോ. ഹായ് അയച്ചതിന് ശേഷം എന്തെങ്കിലും ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ അയക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മൾക്ക് നമ്മുടെ സംഭാഷണം രസകരമാക്കരുത് അല്ലേ? ഓക്കെ, സൽമാൻ എനിക്കൊരു ഹായ് തരുമോ പ്ലീസ് എന്ന് ചോദിക്കുന്നത് തീർച്ചയായും ഒരുപാട് ഹായ് തരാം. ഹായ് സൽമാൻ. യെസ് വരുൺ, ഞാൻ മുൻപും ആങ്കർ ആയിരുന്നല്ല, ഇപ്പോഴും ഞാൻ ആങ്കറിങ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ടി വിയിലുള്ള ആങ്കറിങ് ഇന്ന് ഇത്രയും മാറി നിൽക്കുകയാണെന്നേ ഉള്ളൂ. എന്ന് വിചാരിച്ച് കിട്ടിയാൽ ചെയ്യാതിരിക്കില്ല, ഇപ്പൊ കിട്ടാറില്ല എന്നാണ് വാസ്തവം. ജീന ഗോപു നമസ്കാരം പറയുന്നു. സുചിത്ര, രഞ്ജിത്ത്, ലക്ഷ്മി, പിന്നെ സരസ്വതി അമ്മ, താങ്ക് യു സോ മച്ച് സരസ്വതി ചേച്ചി. ഷിൻസി, നിഷാഫി, സുഖമായിരിക്കുന്നു നിഷാഫി. ഷിൻസി ഹായ്, സുഖമായിരിക്കുന്നു. ഹോപ്പ് യു ആർ ഓൾസോ ഡൂയിങ് ഗുഡ്. പിന്നെ എവിടെയാ പ്ലേസ് എന്ന് കുറച്ച് പേര് ചോദിക്കുന്നു. എൻ്റെ വീടെന്ന് പറയുന്നത് തിരുവല്ലയ്ക്ക് അടുത്തായിട്ടാണ്. ജയകുമാർ, രഞ്ജിത്ത് വീണ്ടും 2 തവണ ഹായ് പറഞ്ഞു. താങ്ക് യു സോ മച്ച് ലിജ് ചേച്ചി. ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും വിടാറില്ല. എല്ലാം ഞാൻ ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും പുതിയ പ്രോജക്റ്റാണ്, പുതിയൊരു സീരിയൽ നിങ്ങളുടെ മുന്നിൽ നമ്മൾ ജസ്റ്റ് ഒരു 2 to 3 വീക്സ് ആയിട്ടേ ഉള്ളൂ എയർ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്. അപ്പം അതൊരു നിലവിലുള്ള ഒരു സ്റ്റോറി ലൈൻ എല്ലാം വെച്ച് നോക്കുമ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബിക്കോസ് ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഫസ്റ്റ് പ്ലേസ് ഒരു ലേഡി റോബിൻഹുഡ് ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ എന്താ പറയുക, ഒരു പോലീസ് ഓഫീസർ. നമ്മൾ പൊതുവെ സിനിമകളിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു ഇതുപോലത്തെ ഒരു ശൈലിയിലുള്ള കഥകൾ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലെ കേട്ടിട്ടുള്ളൂ. സീരിയലുകളിൽ നമ്മൾ പൊതുവെ അങ്ങനെ കണ്ടിട്ടില്ല. ഇത് അതുകൊണ്ട് എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ട് തോന്നി. അതിൻ്റെ പ്രസൻറ്റേഷൻ അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് ശ്രീജിത്ത് സാറും നമ്മളുടെ സിനിമാറ്റോഗ്രാഫർ ഗുണചേട്ടനും എല്ലാവരും ചേർന്ന് പിന്നെ നമ്മളുടെ ക്രൂ ആർട്ടിസ്റ്റുകൾ എല്ലാവരും നന്നായിട്ട് അതിൽ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി മുന്നോട്ടും നിങ്ങളുടെ ഒരു പ്രോത്സാഹനമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. 8:30 നമ്മളുടെ സീരിയൽ, മൺഡേ ടു സാറ്റർഡേ 8:30. തൂവൽ സ്പർശം ആരും കാണാൻ മറക്കരുത്. ഏകദേശം ഇപ്പം എന്താ പറയുക, കുറച്ച് കമൻസ് ഒക്കെ ഞാൻ മിസ് ഔട്ട് ആയി പോയെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ ഈ സീരിയലിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക്
പുതിയ സീരിയൽ എങ്ങനെയുണ്ടെന്ന് ദീപ് ചേച്ചി ചോദിക്കാം. നിങ്ങളാണ് ഞാൻ എൻ്റെ അടുത്ത് പറയേണ്ടത് എങ്ങനെയുണ്ടെന്ന്. ഇതുവരെ കാണിച്ചത്ര എങ്ങനെയുണ്ടെന്ന് നിങ്ങളാണ് പറയേണ്ടത്. എനിക്ക് ബേസിക്കലി ഈ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടത് ബിക്കോസ് ഞാൻ ഒന്നാമത് മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തതാണ് ജേർണലിസത്തിൽ. സോ എനിക്ക് ജേർണലിസ്റ്റ് ഇൻ റിയൽ ലൈഫ് എനിക്ക് മീൻസ് ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ഓൾറെഡി മീഡിയയിലായിരുന്നു ഞാൻ PG ചെയ്തുകൊണ്ടിരുന്നപ്പം. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വളരെ ക്ലോസ്ലി റിലേറ്റഡ് പേഴ്സണലി ഒരു ക്യാരക്ടർ കിട്ടിയപ്പം ചെയ്യാനൊരു ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ ഞാനിത് എൻജോയ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. ഒരു മുഴുവൻ ഹാങ്ങിൽ വന്നിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. എക്സ്ക്യൂസ് മീ. താങ്ക് യു നിഷ ചേച്ചി, താങ്ക് യു സോ മച്ച്. ഷൂട്ടിംഗ് പ്ലേസ് എല്ലാം ട്രിവാൻഡ്രം ഇപ്പോൾ. എല്ലാം ട്രിവാൻഡ്രം, വർക്കല, ഈ 2 ലൊക്കേഷൻസിലായിട്ടാണ് നമ്മൾ കൂടുതൽ ഷൂട്ട് ചെയ്യുന്നത്. ഓ ഷുവറായിട്ടും വിഷ്ണു സാൻഡ്ര ചേച്ചിയുടെ അടുത്ത് അന്വേഷണം പറയാം. പ്രത്യേകിച്ച് സാൻഡ്രയുടെ ഒരു കഥാപാത്രത്തെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് ഡൈനാമിക്കാണ് പുള്ളിക്കാരുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ല എത്ര ക്യാരക്ടേഴ്സ് ആയിട്ടാണ് പുള്ളിക്കാരി വന്നിരിക്കുന്നത്. ഒന്ന് നൂറിനായിട്ട്, ചിലപ്പോൾ ഗ്ലോറി ആയിട്ട്, പിന്നെ മുത്തശ്ശിയായിട്ട് വന്നു, ഇപ്പോൾ ഒരു ടോംബോയ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഇന്നത്തെ എപ്പിസോഡുകളിലായിട്ട് വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഒരുപാട് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആയിട്ട് ഒരു വൈവിധ്യമുള്ള വേഷവിധാനങ്ങളും അതുപോലെ തന്നെ കഥാപാത്രങ്ങളും ഫിസിക്കലി ഡിഫറെന്റ് ആയിട്ടുള്ള ലുക്സും എന്താ പറയുക, അങ്ങനെ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരി ചെയ്യുന്നത്. അത് നന്നായിട്ട് പുൾ ഓഫ് ചെയ്യുന്നുണ്ട് സാൻഡ്ര. അതുപോലെ തന്നെ നമ്മളുടെ അവന്തിക അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ശ്രേയ നന്ദനി, അതൊരു വേറൊരു സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സോ ഒരു പോലീസുകാരി, ഒരു ലേഡി പോലീസ് ഓഫീസർ, ഇപ്പോഴത്തെ ഒരു ട്രാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ലേഡി പോലീസ് ഓഫീസറുടെ ആ ഒരു ഗ്രോത്ത് ഒരു വെച്ച് നോക്കുമ്പം അവരുടെ പുള്ളിക്കാരിയിലെ മേളിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ അതിനെ തടയാനായിട്ട് ശ്രമിക്കുകയും അതിൻ്റെ ആ ഒരു കാര്യങ്ങളിൽ ഒരു പ്ലാൻ ചെയ്യുകയും ഒരു ഗൂഢാലോചന നടത്തുകയും ഒക്കെ ചെയ്യുകയാണ് കൂടുതൽ ചെയ്യുന്നത്. മീൻസ് ഒരു ഗ്രോത്തിന് അങ്ങോട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാതിരിക്കാൻ, അതിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പം പൊതുവായി നമ്മളുടെ പോലീസ് രംഗത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമ്മളുടെ റൈറ്റേഴ്സ് നമ്മളുടെ വിനുചേട്ടനും പിന്നെ ശ്രീജിത്ത്, ഇതുപോലെയാണ് ഭംഗിയായിട്ട് എടുക്കാൻ പറ്റുന്ന ശ്രീജിത്ത് ഏട്ടനും നിങ്ങളുടെയൊക്കെ മുന്നിൽ അവതരിപ്പിച്ച് അത് എങ്ങനെയുണ്ടെന്നുള്ള ഒരു ഫീഡ്ബാക്കാണ് ഞാൻ നിങ്ങളുടെ നിന്ന് ആക്ച്വലി ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അതൊക്കെ കേൾക്കാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മളുടെ ശ്രേയയുടെ ഒരു ക്യാരക്ടർ. സോ സ്റ്റോറി ലൈൻ ഇപ്പൊ പൊതുവെ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി പുതിയ പുതിയ ഒരുപാട് ട്വിസ്റ്റുകളും നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കുറെ കമന്റ്സ് വിട്ടു പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരു മിനിറ്റ്, ഡ്രീം ക്യാരക്ടറാണ് എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ കമന്റ് പോയി കേട്ടോ. ചേച്ചി യു ആർ ഫ്രം അക്ഷ ചോദിച്ചിരിക്കുന്നു. ഫ്രം തിരുവല്ല. ടെൻഷൻസ് മാക്സിമം കാണാൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും അഞ്ജു, എല്ലാം ചെയ്യാം. അഞ്ജു അത് ഒരുപാട് തവണ ഇട്ടിട്ടുണ്ട്. ഓക്കെ, കുറച്ചേറെ കമന്റ്സ് ഞാൻ മിസ് ഔട്ട് ആയി പോയി. അതുകൊണ്ട് ഞാൻ സ്വൈപ്പ് അപ്പ് ചെയ്യാണ് ഒന്നും കൂടി, മീൻസ് ഡൗൺ ചെയ്യാണ് ഒന്നും കൂടി. ജിഷ്ണു, ഉണ്ണികൃഷ്ണൻ, ജയകുമാർ, ലക്ഷ്മി, വേവ, സീരിയൽ എങ്ങനെ പോകുന്നു? എല്ലാം അടിപൊളിയായി പോകുന്നു ചേച്ചി, സന്തോഷം. ജിഷ്ണു നമസ്തേ തന്നിട്ടുണ്ട്, നമസ്തേ. വാവ അനശ്വര ചോദിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് സീരിയൽ പോകുന്നു വാവ ചേട്ടാ. ഷൂട്ടിംഗ് പ്ലേസ് എല്ലാം വർക്കലയിലാണ് കൂടുതലും, പിന്നെ ലൊക്കേഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സാൻഡ്രയ്ക്ക് വേണ്ടി കുറേ കമൻസ് വന്നിട്ടുണ്ട്. സാൻഡ്ര ചേച്ചിക്ക് ഡബ് ചെയ്യുന്ന പാർവതി ചേച്ചിയുടെ ഫാനാണ് ഞാൻ. സാൻഡ്ര ചേച്ചിയുടെ കഥാപാത്രത്തിന് സാൻഡ്ര ചേച്ചിയുടെ എന്താ ഒരു ജീവൻ നൽകുന്ന ഒരു കാര്യമാണ് ഒരു ഡബിങ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. സാൻഡ്ര ചേച്ചിയുടെ മാത്രമല്ല, എൻ്റെ കാര്യത്തിലായാലും കൂടി നമ്മളുടെ ക്യാരക്ടേഴ്സിന് ഒരു ജീവൻ നൽകുന്നതാണ് നമ്മൾ ഡബിങ് ആർട്ടിസ്റ്റ്. ഒരു ക്യാരക്ടറിന് പൂർണ്ണത വരുന്നത്, അല്ലെങ്കിൽ അതിനൊരു നമ്മളൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്നതെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഫീലിംഗ് ഒരു ക്യാരക്ടറിന് വരുന്നത് അതിൻ്റെ ഡബിങ് ആർട്ടിസ്റ്റിലൂടെയാണ്. സോ ആ ഒരു ഡബിങ് ആർട്ടിസ്റ്റിനോടും ഒരു വലിയൊരു ഹായ്, ഒരു നന്ദിയും ആശംസകളൊക്കെ ഇവിടെ പലരും രേഖപ്പെടുത്തുന്നുണ്ട് പാർവതിയോട്. അതോടൊപ്പം തന്നെ സാൻഡ്രയെ അന്വേഷിച്ചു കുറേ കമൻസ് വന്നിട്ടുണ്ട്. കുറച്ചേറെ കമൻസ് മിസ്സായി. ഓക്കെ ചേച്ചി, വേറെന്തെങ്കിലും സീരിയലിൽ അഭിനയിക്കുന്നുണ്ടോ? കുറച്ചും കൂടി
ചേച്ചിയുടെ പേരെന്താണ്? എൻ്റെ പേര് ബ്ലെസ്സിയാണ്. ഞാൻ ഇതിനകത്ത് ചെയ്യുന്ന കഥാപാത്രം ആൻ മേരി. നല്ല കുറച്ച് കമന്റ്സ് എനിക്ക് അങ്ങ് മിസ് ഔട്ട് ആയി പോവാണ് സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ. ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എനിക്ക് സിസ്റ്റേഴ്സും ബ്രദേഴ്സും ആരും ഇല്ല, അതുകൊണ്ട് ഞാൻ ഒറ്റ മകളാണ്. ഞാൻ പത്തനംതിട്ടയെന്നാണ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പത്തനംതിട്ട, തിരുവല്ല. ഹലോ നന്ദന, കലാഭവൻ നന്ദന എനിക്കൊരു ഹായ് അയച്ചിട്ടുണ്ട്. നന്ദനനെ ഇതുവരെ എനിക്ക് നേരിട്ട് കാണാനായിട്ട് പറ്റിയിട്ടില്ല. സ്ക്രീനിൽ ടി വിയിൽ എപ്പിസോഡ്സിലൊക്കെ കണ്ടു. ഉടൻ തന്നെ നേരിട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു. സുഖമാണ് നന്ദനയ്ക്ക്. എന്തുണ്ട് വിശേഷം? സിന്ധു അംബുജാക്ഷൻ പ്ലീസ് റിപ്ലൈ. സിന്ധു ചേച്ചി നമസ്കാരം. ദേ റിപ്ലൈ ചെയ്തിരിക്കുന്നു. ഇപ്പം നമ്മൾക്ക് കുറച്ചും കൂടി തൂവൽ സ്പർശത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും തൂവൽ സ്പർശത്തെ പറ്റി ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചോളൂ, നോ പ്രോബ്ലം. SH പഠിച്ചപ്പോൾ കണ്ടിട്ടുണ്ടോ? വർഷങ്ങളായി ഞാൻ SH പാസ്. ഞാൻ എൻ്റെ ഡിഗ്രിയാണ് SH ചെയ്തത്. താങ്ക് യു ദീപു ചേട്ടാ ഫോർ ദ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. ഞാൻ തീർച്ചയായിട്ടും ഇത് പരിഗണനയിൽ എടുക്കുന്നതായിരിക്കും. താങ്ക് യു. അതാരാണ് പറഞ്ഞത്? അവന്തിക ചേച്ചി സൂപ്പർ. ഓക്കെ ഉണ്ണി, ഞാൻ അവന്തികയുടെ അടുത്ത് പ്രത്യേകം ഇത് അറിയിക്കുന്നതായിരിക്കും. അവന്തിക ഈ ലൈവ് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ നേരിട്ട് കാണുമ്പോൾ ഉടൻ തന്നെ പറയുന്നതായിരിക്കും. ഇതുവരെ ചെയ്ത ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുവാന്ന് ദീപ ചേച്ചി പറയുന്നു. താങ്ക് യു സോ മച്ച് ദീപ ചേച്ചി. അഖിൽ ചോദിച്ചിരിക്കുന്നു വളരെ വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് ദ ബോക്സ്. ചേച്ചി ജിമ്മിൽ പോകുന്നുണ്ടോ? ആക്ച്വലി ജിം എല്ലാം ക്ലോസ്ഡ് ആണ് അഖിൽ, അതുകൊണ്ട് എനിക്ക് വേണമെന്ന് വെച്ചാലും പോകാൻ പറ്റൂല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ ജിമ്മിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നിലവിലത്തെ ഒരു സ്കെഡ്യൂളും സാഹചര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്ര കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റാത്ത കാരണം ചെറിയ തോതിലുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ നോക്കും. പക്ഷെ ഇപ്പം അതിനൊന്നും ഒരു മൂഡില്ല. അതുകൊണ്ട് ഞാൻ കിട്ടുന്നത് അങ്ങോട്ട് വെട്ടി വിഴുങ്ങി ലൈഫ് എൻജോയ് ചെയ്യാണ്. ഓക്കെ, സോ സൽമാൻ ഒരു ഹായ് തരുമോ എന്ന് ചോദിച്ചു. യെസ്, ഹായ് തന്നിരിക്കുന്നു. യെസ് സുഭാഷ്, സുഖമായിരിക്കുന്നു. അവിടെയോ? ഇത് ഞാൻ സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഈ കമൻസ് എല്ലാം വരുന്നത്. നിരഞ്ജൻ, ഹായ് നിരഞ്ജൻ. ഇപ്പോൾ നമുക്ക് നിലവിൽ തൂവൽ സ്പർശത്തിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം അല്ലേ? വേറെ പ്രോജക്ട്സും കാര്യങ്ങളെ പറ്റി നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പം തൂവൽ സ്പർശത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. പ്രത്യക്ഷ മറിയാം ചേച്ചിയുടെ കട്ട ഫാനാണ്. താങ്ക് യു പ്രത്യക്ഷ സുഖമായിരിക്കുന്നു. അവധി ചേച്ചി ഒരു കാര്യമുണ്ട്. ചേച്ചി ഏത് സീരിയൽ വന്നാലും പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പോകും. ഇതും അങ്ങനെയല്ലല്ലോ. നോ, ചേച്ചി പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പോയതല്ല. സോറി, ഇത് ഓൾറെഡി എപ്പോഴോ ഇത് അവന്തിക ലൈവിൽ വന്നപ്പോഴും അതല്ലാണ്ടേയും ഞങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്നപ്പോഴും എപ്പോഴോ തവണ പറഞ്ഞൊരു കാര്യമാണ്. സോ ഐ എം സേയിങ് ദിസ് ഓൺ ബിഹാഫ് ഓഫ് അവന്തിക. അവന്തികയ്ക്ക് വേണ്ടി ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. പുള്ളിക്കാരി ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകുന്ന ആളൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് ശ്രേയ നന്ദനി ഒന്ന് തുടക്കം വെച്ച് കഴിഞ്ഞാൽ ഇനി മുന്നോട്ട് മുഴുവൻ ശ്രേയ നന്ദനി അവന്തിക മോഹൻ തന്നെ ആയിരിക്കും. ഓക്കെ, പിന്നെ എന്താ, അതുകൊണ്ട് അതോർത്ത് ആരായിരുന്നു, ഉണ്ണിക്കായിരുന്നു അതിൻ്റെ ഒരു ടെൻഷൻ. അവന്തിക ചേച്ചി പോകുന്നു. അവന്തിക ചേച്ചി പോവില്ല, ഡോണ്ട് വറി ഉണ്ണിച്ചേട്ടാ. സ്മിഷ അരുൺ, ഹായ് സ്മിഷ. ഈ സീരിയൽ മൊത്തം ത്രില്ലാണോ? അതെ, നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? അതോ ട്രാക്ക് മാറുമോ? അതിന് സ്റ്റോറി എങ്ങോട്ടാണ് പോകുന്നത്? സ്റ്റോറി എങ്ങോട്ടാണ് പോകുന്നതെന്നും ഇപ്പം ത്രില്ലാണോ എന്നൊക്കെ പറയുന്നത് നിങ്ങളാണ്. സ്റ്റോറി എങ്ങോട്ട് പോകുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് പറഞ്ഞുകൂടാ. അപ്പോൾ അതിൽ എനിക്ക് ഒരു കമൻറ്റും ഇല്ല. പക്ഷേ നല്ല അടിപൊളിയായിട്ടായിരിക്കും സ്റ്റോറി പോകുന്നെന്നുള്ളൊരു കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി തരുന്നു. കാരണം ഇപ്പം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങളുടെയൊക്കെ ഒരു മനസ്സിൽ ഒരു സ്ഥാനം ഈ സീരിയലിൽ നേടാൻ കഴിഞ്ഞു എന്ന് എനിക്കൊരു ഉറപ്പുണ്ട്.
ഭക്ഷണം കഴിച്ചില്ല അമലോ, താങ്ക് യു സോ മച്ച്. ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ വന്നു, ഭക്ഷണം കഴിച്ചോ എന്ന്. താങ്ക് യു, ഇല്ല കഴിച്ചിട്ടില്ല. ഈ നിങ്ങളോടൊക്കെയുള്ള ഒരു ചെറിയ സംഭാഷണം, വീട്ടിലിരുന്ന് നാട്ടുകാരോടൊക്കെ സംസാരിക്കുന്ന ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് അല്ലേ. അപ്പം അങ്ങനെയൊക്കെ എല്ലാം ചെയ്തിട്ട് പതുക്കെ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം എന്ന് വിചാരിച്ചു. ഒരു മിനിറ്റ്, ഇവിടെ ഒരു കാര്യമായ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. നീയാണ് കൂടുതൽ ഇവിടെ 2 സീരിയലില് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാണ് ഒരു ക്വസ്റ്റ്യൻ എനിക്ക് കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് ക്യാരക്ടർ എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് ദീപ സുഭാഷ് ആണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നല്ല ക്വസ്റ്റ്യൻ ആണ്. രണ്ടും രണ്ടാണ്, പക്ഷേ രണ്ടും രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യുക. എനിക്ക് എപ്പോഴും ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ഡിഫറെൻ്റ് ആയിട്ട് ഒരേ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മൾ ചെയ്യണം. കാരണം നമ്മൾ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരൊറ്റ ഐഡന്റിറ്റി ഉള്ളൂ. ക്യാമറയുടെ മുന്നിൽ വരുമ്പോഴാണ് നമ്മൾക്ക് പല പല ഐഡന്റിറ്റീസ് നമുക്ക് കിട്ടുന്നത്. അപ്പം അങ്ങനെ ഒരു കഥാപാത്രത്തെ ചെയ്യാൻ പറ്റുന്ന ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ത്രില്ല് ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നു. ഇപ്പം അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഇഷ്ടം എനിക്കുണ്ട്. അതിൽ കമ്പാരിസൺ ഇല്ല, ബിക്കോസ് രണ്ടും ഞാനാണ് ചെയ്യുന്നത്. സോ എത്രയും പെർഫെക്റ്റ് ആക്കാമോ അത്രയും പെർഫെക്റ്റ് ആക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെയും അതേ സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പം രണ്ട് ക്യാരക്ടേഴ്സും എനിക്ക് ഇഷ്ടമാണ്. ഐ ലവ് ബോത്ത് ദ ക്യാരക്ടേഴ്സ്. ഒന്ന് പുതിയൊരു ക്യാരക്ടറാണ്, കുറച്ച് നാളെ ആയിട്ടുള്ളൂ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്. ബട്ട് ഐ ആം എൻജോയിങ് ബോത്ത് ഓഫ് ദം. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. മറ്റേതൊരു മാരീഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. സോ ദാറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഡിഫറൻസ്. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു വൈവിധ്യങ്ങൾ ഉറപ്പായിട്ടുണ്ട്. വേഷത്തിലും സ്വഭാവത്തിലും സംസാരത്തിലും എല്ലാത്തിലും ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. വൈശാഖ്, പ്ലീസ് ഡബ് യുവർ ഓൺ വോയിസ്. പരിഗണിക്കുന്നതായിരിക്കും വൈശാഖ്. സൽമാൻ സവാദ്, ചേച്ചിനെ കാണാൻ നന്ദി, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ നിലവിൽ ഇതൊക്കെ തന്നെ ചെയ്യുന്നു. ഇനി മുന്നോട്ട് വേറെ നോക്കുന്നുണ്ട്. മുടങ്ങാതെ കാണാറുണ്ട്. നല്ല ത്രില്ലുണ്ട്. സ്പെഷ്യലി ആ കുട്ടികളുടെ കാര്യമൊക്കെ നന്നായി ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. അതാരാണ് കമന്റ് പറഞ്ഞ ആളുടെ പേരൊന്നും കൂടി? ഉണ്ണിച്ചേട്ടൻ. ഉണ്ണി കട്ട ഫാനാണെന്ന് തോന്നുന്നു കേട്ടോ സൂവൽ സ്പർശത്തിന്റെ. ബിജു ആറ്റിങ്കൽ, ഹായ് ബിജു ചേട്ടാ. ഹായ് സിന്ധു, താങ്ക് യു സിന്ധു ചേച്ചി. ഓക്കെ, ഇനി കുറച്ചും കൂടി ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമോ? ഇവിടെ ചെറുതായിട്ട് നിങ്ങൾ കണ്ടിട്ട് എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നു? നിരഞ്ജൻ ബിജോയ് അല്ലേ? യെസ് ചെയ്തിട്ടുണ്ട്. സാന്ദ്ര ചേച്ചിയുടെ ലൈവ് എപ്പോഴാണ്? എത്രയും പെട്ടെന്ന് സാന്ദ്ര ചേച്ചി ഞാൻ ഈ ലൈവിന് ശേഷം വിവരം അറിയിക്കുന്നതായിരിക്കും. അവരോടൻ തന്നെ ഒരു ലൈവ് ഫിക്സ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളോടോട്ട് സാന്ദ്ര ചേച്ചി ഉടൻ തന്നെ സംസാരിക്കും, ഡോണ്ട് വറി. കോട്ടയംകാരിയാണോ? ഏകദേശം കോട്ടയത്തിനോട് അടുത്തായിട്ടൊക്കെ വരും. നമ്മുടെ അയൽവക്കക്കാരാണ് കോട്ടയംകാരൊക്കെ. പിന്നെ തൂവൽ സ്പർശം ഞങ്ങൾ മുടങ്ങാതെ കാണാറുണ്ട്. അത് ഓൾറെഡി വായിച്ച കമന്റ് ആണ്. അങ്കിത് എൻ്റെ അടുത്ത് ഹിന്ദിയിൽ സംസാരിക്കാനായിട്ട് പറയുന്നു. ക്ഷമിക്കണം, എൻ്റെ പ്രേക്ഷകരെല്ലാവരും മലയാളികളായത് കാരണം എനിക്ക് മലയാളത്തിൽ ഐ നീഡ് ടു യൂസ് മലയാളം സിൻസ് മൈ ഓഡിയൻസ് ആർ 90%, മെജോറിറ്റി ഓഫ് മൈ ഓഡിയൻസ് ആർ മലയാളി വ്യൂവേഴ്സ്. സോ ഐ എം സ്പീക്കിംഗ് ഇൻ മലയാളം. ചേച്ചി അവന്തിക മാം ലൈവ് ഉണ്ടാകുമോ? തീർച്ചയായിട്ടും. നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഈ ഒരു ടൈമിൽ വരുന്നതായിരിക്കും, ടൈം സ്ലോട്ടിൽ. തുമ്പി കണ്ടുപിടിക്കുവോ? തുമ്പിയെ കണ്ടുപിടിക്കുവോ എന്നാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒന്നും കൂടി ആ ക്വസ്റ്റ്യൻ അയച്ചാൽ കൊള്ളായിരുന്നു. ഇടുന്ന ഡ്രസ്സൊക്കെ അടിപൊളിയാണ്. താങ്ക് യു സിന്ധു ചേച്ചി. തുമ്പി ജയിലിലാവോ? അല്ല, തുമ്പി മിടുക്കിയല്ലേ നിലവിൽ. അപ്പം തുമ്പി ജയിലിൽ പോവാണ്ട് എന്താ ഇങ്ങനെ ചാടി 4 കാലം നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് തുമ്പിയുടെ. അല്പം തൊലിക്കെട്ടിയുള്ള ആളായതുകൊണ്ട് പെട്ടെന്നൊന്നും ചിലപ്പം ജയിലിൽ പോവില്ല, പറയാൻ പറ്റില്ല. നമ്മളെ ശ്രേയ അതിനോടൊപ്പം നിൽക്കുന്ന ഒരാളായത് കാരണം. അല്ലല്ലോ നിരഞ്ജൻ. തൂവൽ സ്പർശം ടീമിലെ എല്ലാവരോടും അന്വേഷണം പറയണം. ഉറപ്പായും അന്വേഷണം അറിയിച്ചേക്കാം. രാംദാസ് മഠത്തിൽ. ഹായ് സീനു, ഹായ് വിനീത. നിരഞ്ജൻ ചേട്ടൻ, താങ്ക് യു സോ മച്ച്.
സോ വീണ്ടും നമ്മളുടെ എന്താ പറയാ തൂവൽ സ്പർശത്തിലെ കാര്യം വേറൊരു കുറേ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു സീരിയലിന്റെ ഈ ഒരു ടൈം സ്ലോട്ട് എനിക്ക് തോന്നുന്നു വളരെയധികം നല്ലൊരു സ്ലോട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ ഞാൻ 8:30-ക്കാണ് മൺഡേ ടു സാറ്റർഡേ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ടൈമാണ്. ഇനി ഇത് കൂടാതെ ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് പേര് ഞാൻ ഓൾറെഡി അവരുടെയൊക്കെ പേര് എടുത്തു പറഞ്ഞിരുന്നു. ബട്ട് വൺസ് അഗൈൻ ഇവരാണ് ഇവരുടെ ഇത് ഈ പറയാൻ പോകുന്ന ആൾക്കാരാണ് സത്യം പറഞ്ഞാൽ തൂവൽ സ്പർശത്തിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. നമ്മളുടെ ശ്രീജിത്ത് സർ, നമ്മളുടെ ഡയറക്ടർ ശ്രീജിത്ത് പല്ലേലി സർ, അതോടൊപ്പം തന്നെ നമ്മളുടെ റൈറ്റർ വിനു ചേട്ടൻ, പിന്നെ ക്യാമറ ചേട്ടനാണെങ്കിൽ നമ്മുടെ സ്വന്തം കൂടെ ചേട്ടനാണ്. അപ്പം അതുപോലെ തന്നെ മനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കാൻ പറ്റുന്നത്. സോ അങ്ങനെ ഒരുപാട് കേപ്പബിൾ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ്. സോ അവരുടെയൊക്കെ മികവ് നമ്മളുടെ ഈ സീരിയലിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് മുടങ്ങാതെ നിങ്ങൾ കാണണം. ആൻഡ് അയ്യോ, രഞ്ജിത്തേട്ടൻ ഒരു മെസ്സേജ് എൻ്റെ ഇടയ്ക്ക് വായിച്ചിരിക്കുന്നു. കാണാൻ ഭംഗിയില്ലാത്തത് കൊണ്ടാണോ? നിങ്ങൾ ആരുടെ മുഖം ആക്ച്വലി എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം ഇവിടെ ഒരു കമന്റ് വന്നിരിക്കുന്നത് എന്നെ കാണാൻ ഭംഗിയില്ലാത്തത് കൊണ്ടാണോ എൻ്റെ മെസ്സേജ് ഒന്നും വായിക്കാത്തേന്ന്. ക്ഷമിക്കണേ രഞ്ജിത്തേട്ടാ, നിങ്ങളുടെ ആരുടെ മുഖം എനിക്ക് കാണാൻ പറ്റുന്നില്ല. രഞ്ജിത്തേട്ടൻ്റെ മാത്രമല്ല, ഇനിയിപ്പം ഞാൻ അങ്ങനെ അളക്കുന്ന ഒരാളൊന്നുമല്ല. നിങ്ങൾ ആരൊക്കെ എനിക്ക് ഹായ് അയക്കുന്നോ കഴിവതും അവരുടെ എന്താ പറയുക കമന്റ്സ് ഒക്കെ വായിച്ച് തിരിച്ച് അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ തന്നെ നോക്കത്തുള്ളൂ കേട്ടോ. സോ രഞ്ജിത്തേട്ടൻ്റെ ഒരു വലിയൊരു നമസ്കാരം. ഗുഡ് ഈവനിങ് ഫ്രം കവിറ്റി ഫ്രം ഹൈദരാബാദ്, പുല്ലയ്യ. ഓക്കെ, നമസ്കാരം. ഹലോ പുല്ലയ്യ, താങ്ക് യു സോ മച്ച്. എല്ലാവരും ഫ്രീ ആവുന്ന ടൈമാണ് 8:30 എന്ന് വേറൊരാൾ അംഗീകരിച്ചിരിക്കുന്നത്. സോ ആ ടൈമിൽ നിങ്ങൾ നന്നായിട്ട് തൂവൽ സ്പർശം കണ്ട് വിനിയോഗിക്കുക. ഓക്കെ, നോ, രാജീവൻ ബാബുവിന് വളരെ ഒരു തെറ്റായ ഒരു മിഥ്യാധാരണയാണ് സീരിയലുകളെ പറ്റി. അദ്ദേഹം ആദ്യത്തെ ഒരു കമന്റിൽ പറഞ്ഞത് ഐ ഹേറ്റ് സീരിയൽസ് എന്നാണ്. പിന്നീട് ഇപ്പം പറഞ്ഞത് മോസ്റ്റ് ഓഫ് ദ സീരിയൽസ് ആർ ഗിവിംഗ് ബാഡ് മെസ്സേജ് ടു ദ സൊസൈറ്റി. നോ, നോട്ട് അറ്റ് ഓൾ. ഐ totally deny it, because most of the serials are actually sending the right messages of what's happening in the society. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരുന്നത്. ഇപ്പം ഞങ്ങളുടെ ഈ പോകുന്ന ട്രാക്ക് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ കാലങ്ങളായി നമ്മളുടെ സൊസൈറ്റിയിൽ പോയി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം വേറെ ഏത് ഫാമിലി സീരിയൽ നോക്കിക്കഴിഞ്ഞാലും അവിടെ ക്ലീഷേ ആയിട്ടുള്ള ഒരു മദർ ഇൻ ലോ ഡോട്ടർ ഇൻ ലോ ആയിട്ടുള്ള കുറെ ക്ലീഷേസും ക്ലാഷസും ആണ് നടക്കുന്നതെങ്കിലും അവിടെ അതിൻ്റെതായിട്ടുള്ള കുറെ ഡ്രാമാസ് ആണ് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എല്ലാവരുടെയും കുടുംബത്തിൽ അവരുടെ സ്വകാര്യതയിൽ നടന്നു പോകുന്ന കാര്യങ്ങൾ തന്നെ നമ്മളത് കാണിക്കുന്നു. അത് നമ്മളാരും മറ്റൊരാളോട് പങ്കുവെക്കുന്നില്ല ഒരു സ്വകാര്യത എന്നേ ഉള്ളൂ. പക്ഷെ സീരിയലുകളിൽ അത് കാണിക്കുമ്പോൾ അത് പബ്ലിക്കായിട്ട് കാണിക്കുന്നു. അത് നമ്മൾ നിഷേധിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ അതുമായിട്ട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. തൂവൽ സ്പർശത്തിൽ ഇപ്പൊ കാണിക്കുന്ന ഈ ഒരു ട്രാക്കും വളരെ കറക്റ്റാണ്. വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേലുദ്യോഗസ്ഥയെ, അതായത് പ്രത്യേകിച്ച് ഒരു സ്ത്രീ ആയതുകൊണ്ട്, ഒരു വനിതാ പോലീസ് IPS ആയതുകൊണ്ട് അവരെ തടയാനായിട്ടും അവരുടെ ഗ്രോത്തിനെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളിക്കാരിയുടെ മേലുദ്യോഗസ്ഥർ, അതായത് മെൻ പോലീസ് ഓഫീസേഴ്സ്, ആണുങ്ങൾ ഒരു സ്ത്രീയുടെ ഒരു വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നു. വളരെ സ്വാഭാവികമായി എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളാണ്. അതിൽ യാതൊരു തെറ്റുമില്ല. ഐ ഡോണ്ട് ഡിനൈ. ഇറ്റ്സ് കറക്റ്റായിട്ട് വളരെ വിനുചേട്ടൻ അത് എഴുതി വളരെ കറക്റ്റായിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി കമന്റ്സിലേക്ക് വരാം. അങ്ങനെ സംസാരിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും കേട്ടോ. ഇനി ബാക്കിയുള്ള കമന്റ്സിലേക്ക് പോവാം. എല്ലാവരും ഹായ് 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 ആണ് തന്നിരിക്കുന്നത്. വീണ്ടും കൊള്ളാം പരിപാടി. ഈ സ്ഥലം ശിരയിലിൽ കാണിക്കുമോ? സോറി അരുൺ, എനിക്ക് ആ കമന്റ് മനസ്സിലായില്ല. പറ്റുമെങ്കിൽ ഒന്നും കൂടി അയച്ചാൽ നന്നായിരിക്കും. സിന്ധു, എൻ്റെ അമ്മയ്ക്ക് മോളെ വലിയ ഇഷ്ടമാണ്. അമ്മയോട് വലിയൊരു നമസ്കാരവും നന്ദിയും. സിന്ധു ചേച്ചി താങ്ക് യു. ബിന്ദു വിനോദ്, തീർച്ചയായിട്ടും ഹായ് ബിന്ദു. ഞാൻ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് ഈ കമന്റ്സ് എല്ലാം വരുന്നത്.
ഈ ഓക്കെ, താങ്ക് യു സോ മച്ച്. സ്റ്റിക്കേഴ്സ് ഒക്കെയാണ് വരുന്നത്. താങ്ക് യു സോ മച്ച്. പിന്നെ ചിലരിവിടെ എന്നെ ഒപ്പോസ് ചെയ്ത് കുറച്ച്, സോറി എൻ്റെ നെറ്റ് ഒന്ന് ഡിസ്കണക്റ്റ് ആയിപ്പോയി, നിങ്ങൾക്കത് ബുദ്ധിമുട്ടായോ എന്ന് അറിഞ്ഞൂടാ. കമൻസ് പോരട്ടെ. താങ്ക് യു നിരഞ്ജൻ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ടിറ്റു സീരിയൽ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സീരിയലിൽ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ചോദിക്കുമോ? നിങ്ങൾ ഹായ് ഹായ് മാത്രം പറയാതെ എന്തെങ്കിലും സംസാരിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു വിഷയം ഇടുവാണെങ്കിൽ നമ്മൾക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടാം. നമ്മൾക്കത് കുറച്ചുകൂടി അതിനെ ഒന്ന് വളർത്തി മുന്നോട്ട് കൊണ്ടുപോകായിരുന്നു. അപ്പം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അല്ലെങ്കിൽ പറയൂ. എല്ലാവരും ഇപ്പം ജോലിക്കൊക്കെ പോകുന്നുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ? എല്ലാവരും വീട്ടിലാണോ ഇരിക്കുന്നത്? അതോ നിങ്ങൾ ചെറിയ അല്ലറ ചില്ലറ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്തൊക്കെ പോകുന്നുണ്ടോ? എന്താണ് അവസ്ഥ? ഇപ്പോൾ സ്കൂളിലെ കുട്ടികളൊക്കെ തീർച്ചയായിട്ടും ക്ലാസ് ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പം വീട്ടിലെ പിള്ളേർക്ക് നല്ല സുഖം പരിപാടിയാണ്. നിങ്ങളൊക്കെ സ്കൂൾ മിസ് ചെയ്യുന്നുണ്ടോ? അരുണിന്റെ കമന്റ്, പാരിപ്പള്ളി എന്ന സ്ഥലം ക്ഷമിക്കണം, എനിക്ക് ആ സ്ഥലത്തെ പറ്റി വലിയൊരു ധാരണയില്ല. ആ സീരിയൽ അത് കാണിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. സീരിയൽ വളരെ സസ്പെൻസ് ആണോ? നിങ്ങളല്ലേ പറയേണ്ടത് സീരിയൽ സസ്പെൻസ് ആണോ എന്ന്. സ്റ്റോറി ട്രാക്ക് പോകുന്ന അനുസരിച്ച് അത്യാവശ്യം ഒരു ത്രില്ലിംഗ് ആണെന്ന് എനിക്ക് ആസ് ആൻ ഓഡിയൻസ് ഞാൻ ഇരുന്ന് കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യമാണത്. കാറിനെ കുറിച്ച് സസ്നേഹം, സാന്ത്വനം, അമ്മ അറിയാണ്ട്, തൂവൽ സ്പർശം, പാടാത്ത പൈങ്കിളി, ഇതൊക്കെയാണ് ഞാൻ മുടങ്ങാതെ കാണുന്ന സീരിയലുകൾ. ഇതൊക്കെയാണ് നമ്മളുടെ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം പോയിക്കൊണ്ടിരിക്കുന്ന പ്രൈം ടൈം സീരിയൽസ്. സോ ഇതൊക്കെ മുടങ്ങാതെ കാണുന്ന വലിയൊരു ഫാൻ നമ്മളുടെ ഇടയിൽ ഇവിടെ ഉണ്ട്. താങ്ക് യു സോ മച്ച്. ചുരുക്കത്തിൽ പറഞ്ഞാൽ 7 മണി മുതൽ ഏകദേശം 10 മണി വരെ, 10:30 വരെ അദ്ദേഹം സീരിയൽ ടിവിയുടെ മുന്നിലാണ് മുടങ്ങാതെ. താങ്ക് യു. ഓക്കെ, അജിൽ, താങ്ക് യു അജിൽ, താങ്ക് യു സോ മച്ച്. സാന്ത്വൻ എന്ന സീരിയലിൽ ഒരു മെസ്സേജും തരുന്നില്ല ആർക്കും. അങ്ങനെ പറയില്ല, എല്ലാ സീരിയൽസിനും അതിൻ്റെതായിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ട്. നിങ്ങൾ മെസ്സേജ് കാണാത്തതായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അതിൽ നിന്നൊരു ഗുണപാഠം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതായിരിക്കാം. എല്ലാ കഥകളിലും ഒരു ഗുണപാഠമുണ്ട്. അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ജെഫിൻ ജോൺ, ഭക്ഷണപ്രിയ സീരിയലിൽ മാത്രമാണോ, ജീവിതത്തിൽ എങ്ങനെയാണ്? ജീവിതത്തിലും ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ. അത് കറക്റ്റ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യങ്ങൾ പേഴ്സണലി വളരെ കണക്റ്റഡ് ആയതുകൊണ്ടാണ് എനിക്ക് ഈ കഥാപാത്രത്തിനോട് ചെറിയൊരു താല്പര്യം കൂടുതൽ തോന്നാൻ കാരണം. അവന്തിക ഇപ്പോൾ ഷൂട്ടിങ്ങിന് വരുന്നില്ല. ഞങ്ങൾ ഷൂട്ടിങ്ങിന് ഇപ്പോൾ ചെറിയൊരു ബ്രേക്ക് വന്നിരിക്കുകയാണ്. അതായത് എല്ലാവരും ഇപ്പം ഇത്രയും പുതിയതായിട്ട് തുടങ്ങിയ സീരിയലല്ലേ, അപ്പം കുറേ മാസങ്ങൾക്ക് മുന്നേ നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങിയതാണ് ഇതിൻ്റെ. അപ്പം ഒരു ചെറിയൊരു ഇടവേളയൊക്കെ ഒന്ന് എടുത്തു. നമ്മൾ ഇനിയും ഒരു 2-3 ദിവസത്തിലൂടെ നമ്മൾ വീണ്ടും തുടങ്ങുന്നതായിരിക്കും. നമ്മളെല്ലാവരും വീണ്ടും നമ്മളുടെ ബാക്ക് ടു വർക്കിലേക്ക് വരുന്നതായിരിക്കും. ഏതായാലും എപ്പിസോഡുകൾക്കൊന്നും ഒരു മുടക്കവും വരില്ല. അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ മുടങ്ങാതെ കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. താങ്ക് യു അഭിജിത്ത്. സ്വന്തമാണോ നിരഞ്ജൻ? ആ കമന്റ് എനിക്ക് മനസ്സിലായില്ല. ബാലഹനുമാൻ, അത് മിസ്സായിപ്പോയായിരുന്നു ഉണ്ണി. ഓക്കെ, ശരി ഉണ്ണി. എനിക്ക് ഉണ്ണി എന്ന് പറയുന്ന ഒരു വ്യക്തി ഏഷ്യാനെറ്റിലെ 7 മണി മുതൽ ഏകദേശം 10:30 വരെയുള്ള എല്ലാ സീരിയലുകളുടെ പേരും മുടങ്ങാതെ ഏകദേശം സമയക്രമം അനുസരിച്ച് അദ്ദേഹം ടൈപ്പ് ചെയ്ത് ഇവിടെ അയച്ചിട്ടുണ്ട്. അടിപൊളി. നിരഞ്ജൻ ബിഗ് ബോസ് മിസ് ചെയ്യുന്നെന്ന് പറയുന്നു. അതിലെനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. നിരഞ്ജൻ, യെസ്. സുഖമാണോ ചേച്ചിക്ക്? യെസ്, എൻ്റെ കാര്യമാണ്, എനിക്ക് സുഖമാണ്. രഞ്ജിത്തിന് എന്ത് തോന്നുന്നു? സൽമാൻ, ചേച്ചി ഇപ്പോൾ എവിടെയാണ്? ഞാൻ വീട്ടിലാണ്, എൻ്റെ സ്വന്തം വീട്ടിലാണ്. സൂരജ് ഒരു ഹായ് തരുമോന്ന് ചോദിക്കുന്നു. ഹായ് സൂരജ്. താങ്ക് യു ജിൻസൺ. യെസ്, സുഖമാണ് ബിജു. 3-ാമത്തെ തവണയാണ് ഞാൻ സുഖമാണോ എന്ന് ചോദിക്കുന്നത്. സിന്ധു, എൻ്റെ മക്കൾക്ക് ഒരു ഹായ് പറയുമോ എന്ന് പ്രത്യേകം ചോദിക്കുന്നു. യെസ് സിന്ധു ചേച്ചി, മക്കളുടെ പേര് പറയൂ, അപ്പം പേരെടുത്ത് പറഞ്ഞ് ഹായ് പറയാലോ. എൻ്റെ അടുത്ത് ശരത്ത് വീണ്ടും അതേ മെസ്സേജ് ചോദിച്ചിരിക്കുന്നു. ഓക്കെ, സോ യെസ്, എനിക്ക് തോന്നുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യവുമായിട്ട് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നു. എനിക്കതിൽ യാതൊരു മാറ്റവും ഇല്ല.
6-ന് തുടങ്ങും സീരിയൽസ്. ഓക്കെ, ഉണ്ണി 6 മുതൽ സീരിയൽസ് കാണുന്നുണ്ട്. എനിക്ക് ഹോട്ട്സ്റ്റാറിൽ പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ട്, അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ കണ്ടു. മിടുക്കൻ. എനിക്ക് പ്രീമിയം ഉണ്ടായിട്ട് എനിക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ശരിക്കും. യെസ്, പലരും പറയുന്നു തൂവൽ സ്പർശം തുടങ്ങിയെന്ന്. ഐ ഗെസ് 8:30 ആയി അല്ലേ? 8:30 ആയിട്ടുണ്ട്. തൂവൽ സ്പർശം തുടങ്ങി. ശിവാനി ശിവനന്ദന ശിവാനി ശിവനന്ദന ഒരു പേരും കൂടി ഉണ്ടായിരുന്നു. ശിവാനി ശിവനന്ദന ശിവതീർത്ഥ അല്ലേ? ഓക്കെ, ഇവർ 3 പേർക്കും എൻ്റെ ഹായ്. ഒരു മിനിറ്റ്, ഒരു കമൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ചേച്ചി ഐഷിക ഹായ് ആയിഷ. അവന്തിക ഇപ്പോൾ ഷൂട്ടിങ്ങിന് വരും. ഞങ്ങൾക്കിപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്നില്ല സഹോദരി. അപ്പം നമ്മൾക്ക് അവന്തിക എന്നല്ല, ആരും അങ്ങോട്ട് വരില്ല. ഷൂട്ടിംഗ് തുടങ്ങുമ്പം എല്ലാവരും വരും. തൂവൽ സ്പർശം ആൻഡ് സസ്നേഹം ആർ ഗിവിംഗ് റൈറ്റ് മെസ്സേജസ് ടു ദ സൊസൈറ്റി. അംഗീകരിക്കുന്നവരുമുണ്ട്. ഗുഡ്, താങ്ക് യു സോ മച്ച്. അങ്ങനത്തെ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കേൾക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷം. എന്ന് വിചാരിച്ച് നെഗറ്റീവ് പറയാണ്ടിരിക്കേണ്ട. നിങ്ങളുടെ നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെ മാറ്റാനും ശ്രമിക്കാം. അതുപോലെ തന്നെ പരിഗണിക്കുന്നതായിരിക്കും. പരിഗണിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഉറപ്പായും അത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു അജിൽ, താങ്ക് യു സോ മച്ച്. ബിഗ് ബോസ് നേരത്തെ കമൻസ് ആണ്. തൂവൽ സ്പർശം തുടങ്ങി, ഇപ്പോൾ കാണുവാണ്. അമ്മയാണ് ബിഗ് ഫാൻ. ജെഫിൻ്റെ അമ്മയ്ക്ക് വലിയൊരു ഹൈ. യെസ്, ഇപ്പോൾ ഷെഡ്യൂൾ ബ്രേക്ക് ആണ്. കറക്റ്റ്. ബിന്ദു വിനോദ്, എൻ്റെ മോനൊരു ഹായ് പറയൂ. ഹായ് മോനെ. മോൻ്റെ പേര് ഇപ്പം പേരുണ്ടെങ്കിൽ എനിക്ക് ഒന്നും കൂടി എടുത്തത് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു പേഴ്സണൽ ടച്ച് അതിൽ കിട്ടുമായിരുന്നു. അതെ സോബിൻ, ചെയ്തതാണല്ലോ. നിഷാഫിയുടെ കുട്ടികൾക്കൊക്കെ ഒരു ഹായ്. യെസ് ബിന്ദു ചേച്ചി, മോനൊരു ഹായ്. ബാലകൃഷ്ണൻ ചേട്ടാ താങ്ക് യു. ഏഷ്യാനെറ്റ് സീരിയലെല്ലാം കാണാറുണ്ടോ, അല്ലെങ്കിൽ കാണുന്ന ഏതൊക്കെയാണ്? ഏഷ്യാനെറ്റ് സീരിയലെല്ലാം കാണാറുണ്ടോ, അല്ലെങ്കിൽ കാണുന്നത് ഏതൊക്കെയാണ് എന്നോട് ചോദിക്കുകയാണ്. ഞാൻ തൂവൽ സ്പർശം മസ്റ്റായിട്ട് കാണാൻ നോക്കും. പിന്നെ ഷൂട്ടിൻ്റെ ഒക്കെ ഇടയ്ക്കാണെങ്കിൽ ഹോട്ട്സ്റ്റാറിലൂടെയാണ് കാണാൻ ശ്രമിക്കുന്നത്. പിന്നെ യെസ്, ഐ വാച്ച് ഓൾമോസ്റ്റ് ഓൾ ദ അതർ സീരിയൽസ് ആസ് വെൽ. അരുൺ നമസ്കാരം. ഓക്കെ, താങ്ക് യു ഉണ്ണി, താങ്ക് യു സോ മച്ച്. ചേച്ചിക്ക് ഡബ് ചെയ്യുന്നത് യെസ് ദേവയാനി ചേച്ചിയാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മളുടെ ഒരു ക്യാരക്ടറിന് ഒരു പൂർണ്ണത നൽകുന്നത് നമ്മളുടെ ഒരു ഡബിങ് ആർട്ടിസ്റ്റാണ്. ഓക്കെ, നമ്മൾ അവിടെ സ്ക്രീനിൻ്റെ മുന്നിൽ കാണിക്കുന്ന ഭാവങ്ങളും നവരസങ്ങളും കൂടാതെ ശബ്ദം എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഒരു 80% ആക്ടിങ് ആണ്. സോ ആ ഒരു ശബ്ദ മികവിന്, അത്രയും നല്ലൊരു ശബ്ദം എനിക്ക് വേണ്ടി തരുന്ന ദേവയാനിക്ക് എൻ്റെ ഒരുപാട് നന്ദി. യു ഹാവ് എ ബ്യൂട്ടിഫുൾ വോയിസ്. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നില്ല ദേവയാനി ഡബ് ചെയ്ത ഒരു വോയിസ് ഞാൻ ഇനിയും ഡബ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ശരിയാവുന്നു. സോ ലെറ്റ് ഹർ കണ്ടിന്യൂ ഡു ദ ഗുഡ് ജോബ്. അങ്ങനെ ആ ഒരു ക്യാരക്ടർ എപ്പോഴും സൗണ്ട് ആയിട്ടിരിക്കും. തൂവൽ സ്പർശത്തിൻ്റെ ടൈം ഒരിക്കലും മാറ്റില്ല ഉണ്ണിച്ചേട്ടാ, ഡോണ്ട് വറി. സാധു ലക്ഷ്മി, താങ്ക് യു. ഐ ആം ഗുഡ്. ഒന്നും ചിന്തിച്ചിട്ടില്ല, ഇപ്പം ഇങ്ങനെയൊക്കെ പോകുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. താങ്ക് യു ദിവ്യ. മുരളി ഒരു ഹായ് ചോദിക്കുന്നു, ഹായ് തന്നിരിക്കുന്നു. ജിത്തു, ബാലകൃഷ്ണൻ, മുരളി, ദിവ്യ എല്ലാവർക്കും ഹായ്, താങ്ക് യു. ഏഷ്യാനെറ്റ് പ്രോഗ്രാംസിനെ പറ്റിയൊക്കെ നല്ല അഭിപ്രായമാണ്. താങ്ക് യു. കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളൊക്കെ തന്നെയാണ് ആക്ച്വലി ഏഷ്യാനെറ്റിൻ്റെ പ്രോഗ്രാംസ് കാണുന്നത്. നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം സംപ്രേഷണം ചെയ്യുന്നതും. സോ കീപ് വാച്ചിങ്.
നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ കൂടുതൽ കൂടുതൽ എന്താ പറയുക വിസ്മയിപ്പിക്കുന്ന ദൃശ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ ദൃശ്യാവിഷ്കാരങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അല്ലേ. ഉണ്ണി ക്ഷമിക്കണം, എനിക്ക് അതിനെപ്പറ്റി യാതൊരു പിടുത്തവും ഇല്ല. പുതിയതായി തുടങ്ങാൻ പോകുന്നതും തീരുന്നതിനെ പറ്റിയൊന്നും എന്നോട് ചോദിക്കരുത്. എനിക്ക് എൻ്റെ സീരിയലിനെ പറ്റിയാണെങ്കിൽ കൃത്യമായ ഒരു ധാരണ തരാനായിട്ട് പറ്റും. ഷൂട്ടിംഗ് ഇനി നമ്മൾ ഉടൻ തന്നെ ഒരു 2-3 ദിവസത്തിൽ തുടങ്ങാനാണ് പ്ലാൻ. ഓക്കെ, ഇനിയും കുറച്ചും കൂടി അതെയല്ലോ, കറക്റ്റ് മനസ്സിലാക്കി കളഞ്ഞു ബിജോയ്, തീർച്ചയായിട്ടും. രഞ്ജിത്ത് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ നോട്ടബിളായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല രഞ്ജിത്ത്, പറയത്തക്ക വിധത്തിലുള്ളത്. പിന്നെ എന്നെ ഈ ഒരു മുഖച്ഛായമായിട്ട് സിമിലറായിട്ട് ഏതെങ്കിലും സിനിമയിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടിട്ട് അതെന്നെ അറിയിച്ചാൽ മതി. എനിക്ക് അങ്ങനെ പറയത്തക്ക വിധത്തിലൊന്നും ഞാൻ ചെയ്യാത്ത കാരണം എനിക്കത് പറയാൻ പറ്റില്ല. നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ എവിടെയെങ്കിലും കണ്ടതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ. തീർച്ചയായിട്ടും സോബിൻ, ആർക്കാണ് താല്പര്യം ഇല്ലാത്ത സിനിമയിൽ അഭിനയിക്കാൻ? മോനിഷ ചേച്ചിയുടെ മക്കൾക്ക് ദീക്ഷ ആൻഡ് ദിയ ഹായ്. സ്റ്റാർട്ട് മ്യൂസിക് സീസൺ 3 വരുന്നുണ്ട്. വളരെ നന്നായി വരട്ടെ, എല്ലാ പരിപാടികളും പോരട്ടെ. ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് ഏകദേശം ഒരു 1 ഇയർ നമ്മൾ TV ഇൻഡസ്ട്രിയും കംപ്ലീറ്റ്ലി ഡൗൺ ആയിട്ടില്ലെങ്കിലും ഒരുപാട് നമ്മൾ പെട്ടിക്കകത്ത് പൂട്ടി വെച്ച ഒരുപാട് നല്ല എന്റർടൈൻമെന്റ്സ് നിങ്ങളെ കാണിക്കാണ് നമ്മൾ വെച്ചിട്ടുണ്ട്. സോ അതെല്ലാം നമ്മൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിൽ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. ജ്യോതിമ ആൻഡ് നിർമ്മലിനും എൻ്റെ ഒരു ഹായ്. ദിയ ഏബിളിന് ഞാൻ ഓൾറെഡി ഹായ് കൊടുത്തായിരുന്നു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇത് 3ാമത്തെ കമന്റ് ആണ് വന്നിരിക്കുന്നത്. ഹായ് പ്രിൻസി, താങ്ക് യു സോ മച്ച്. ജ്യോതിമ ആൻഡ് നിർമ്മലിന് ഹായ്. ഞാൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു, പിന്നെ കുട്ടികളല്ലേ. ഓക്കെ, ജ്യോതിമയും നിർമ്മലൊക്കെ എന്ത് ചെയ്യുന്നു? ഇപ്പം സ്കൂളിലൊന്നും പോകാണ്ട് വീട്ടിൽ ഓൺലൈൻ ക്ലാസ് ആയിട്ട് ഇരിക്കുകയാണല്ലേ. അരവിന്ദ് എന്നോട് ചോദിക്കുന്നത് ന്യൂസ് റിപ്പോർട്ടർ എന്ന ക്യാരക്ടർ ഇഷ്ടപ്പെട്ടോ? തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാനായിട്ട്. ഞാൻ ഇവിടെ റോക്ക് ആൻഡ് റോൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ സിന്ധു ചേച്ചി, അപ്പം വേറൊരു റോക്ക് ആൻഡ് റോളിൻ്റെ ഇപ്പം ആവശ്യമില്ല. താങ്ക് യു. ഞാൻ അങ്ങനെ അധികം റീൽസ് ചെയ്യാത്ത ഒരാളാണ്. ചിലർ ഡെയിലി ഭയങ്കര മെനക്കെട്ടിട്ട് എഫേർട്ടൊക്കെ എടുത്ത് ഒരു ക്യാമറയൊക്കെ എടുത്ത് പോയി ഷൂട്ട് ചെയ്ത് റീൽസ് ഒക്കെ ചെയ്യും. നല്ല പ്രൊഫഷണൽ ക്യാമറയൊക്കെ എടുത്ത് പോയി റീൽസ് ഷൂട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരാളല്ല. ചെയ്യണം എന്ന്, അതുപോലത്തെ പ്രൊഫഷണൽ റീൽസ് ഒക്കെ കാണുമ്പോൾ ചെയ്യണം എന്ന് ആഗ്രഹം തോന്നും, ബട്ട് അങ്ങനെ ഒരു എഫേർട്ട് ഇട്ടിട്ടില്ല അതിന്. നോർമലായിട്ട് ഒരു കാഷ്വൽ റീൽസ് ഒക്കെയാണ് കൂടുതലും ചെയ്യുന്നത്. പ്രശാന്തിന് ഒരു ഹായ്. താങ്ക് യു ബീന. യെസ്, ജേർണലിസ്റ്റ് ആണ്. സോ ആ ക്യാരക്ടർ, ഒരു ആൻ മേരിയുടെ ക്യാരക്ടർ നിലവിൽ അത്യാവശ്യം ബോൾഡ് ആൻഡ് ഇന്റലിജന്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇതുപോലത്തെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. എന്തെങ്കിലും മീൻസ് എന്തെങ്കിലും ക്യാരക്ടറിനെ പറ്റിയൊക്കെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ. ശിവനന്ദന, ശിവതീർത്ഥ, ശിവാനി എല്ലാ 3 പേർക്കും ഹായ്. നിങ്ങളുടെ നാട്ടിലാണ് ആക്ച്വലി ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്, വർക്കലയിൽ. ആസിഫ്, അമാന ഹായ്. 2 പേർക്കും എൻ്റെ ഹായ്. Sindhu, in your background you made that. അയ്യോ, ഇത് ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു ചെടി വെച്ചെന്നേ ഉള്ളൂ. മറ്റേത് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നൊന്നുമല്ല. ഞാൻ മാർക്കറ്റിൽ പോയി വാങ്ങിച്ച അങ്ങനത്തെ മെനക്കെട്ട പണിക്കൊന്നും ഞാൻ പോവാറില്ല, യുനോ. യെസ് നിരഞ്ജൻ, അങ്ങനെയാണ് 2 കാരണം ഞാനിപ്പോൾ ചെയ്യുന്നത്. ആൻഡ് ഐ എം എൻജോയിങ് ബോത്ത് ഓഫ് ദം, എസ്പെഷ്യലി ദിസ് ന്യൂ ക്യാരക്ടർ. യെസ്, ഉണ്ണിയുടെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ വക നമസ്കാരം. യെസ് രഞ്ജിത്തേട്ട, നിങ്ങൾ എല്ലാവരുടെയും മെസ്സേജസ് ഞാൻ വായിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ,
അപ്പം തൂവൽ സ്പർശത്തിന്റെ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ട്രാക്ക് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ രണ്ട് ലേഡീസ് തമ്മിലുള്ള ഒരു എന്താ പറഞ്ഞ ഒരു ഒരു യുദ്ധം തന്നെയാണ് അല്ലേ. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി അന്വേഷിക്കുന്നത് പുള്ളിക്കാരിയുടെ അന്യത്തിനെ, അതോടൊപ്പം തന്നെ ഔദ്യോഗികമായി പുള്ളിക്കാരിക്ക് അന്വേഷിക്കേണ്ട ഒരു 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 കള്ളിയാണ് തുമ്പി. ഏകദേശം ആ ഒരു ട്രാക്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കളി. സോ നിങ്ങൾ എല്ലാവരും ആ ഒരു സ്റ്റോറി ലൈനിനെ സപ്പോർട്ട് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഐ നോ യു ആർ എൻജോയിങ് ഇറ്റ്. നിങ്ങൾ എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം എൻജോയ് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളെ പ്രോത്സാഹനമാണ് നമ്മളുടെ ഒരു ജീവൻ എന്ന് പറയുന്നത്, നമ്മളുടെ സീരിയലിന് ഒരു ജീവൻ തരുന്നത്. ഓക്കെ, സോ അങ്ങനെ നിങ്ങളുടെ ഒരു നല്ല നല്ല കമൻസ്, നല്ല നല്ല ഫീഡ്ബാക്സ് വേണമെന്ന് ഞാൻ എപ്പോഴും പറയില്ല. നെഗറ്റീവ് ഫീഡ്ബാക്സ് ആയാലും നമ്മൾ ഉറപ്പായിട്ട് അതിനെ പരിഗണിച്ച് അതിനെ ഒന്ന് മെച്ചപ്പെടുത്താൻ നോക്കും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ. അപ്പം ഹോപ്പ്ഫുള്ളി നിങ്ങൾ ആരും ഈ ഒരു സ്ലോട്ട്, നല്ലൊരു ടൈം സ്ലോട്ടാണ് 8:30, ആരും മിസ് ചെയ്യരുത്. എല്ലാവരും നിങ്ങളുടെ TV സ്ക്രീൻസിന് മുന്നിലിരിക്കേണ്ട ഒരു ടൈമായി, നമ്മളുടെ സീരിയൽ തുടങ്ങേണ്ട ഒരു ടൈമായി. ഓക്കെ, സോ എല്ലാവരും സീരിയൽ എൻജോയ് ചെയ്യണം, കാണണം. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഒരു ഗ്രേറ്റ് എഫേർട്ടാണ് ഈ സീരിയൽ. ആർട്ടിസ്റ്റുകളുടെയും ബാക്കിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ടെക്നീഷ്യൻസിൻ്റെയും ഒരു ഇമ്മെൻസ് എഫേർട്ടാണ്. ഒരു പുതിയൊരു പ്രോജക്റ്റാണ്. ഇറ്റ്സ് നോട്ട് വെരി ഈസി ടു സ്റ്റാർട്ട് എ ന്യൂ പ്രോജക്റ്റ്. അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പരിമിതികളിൽ നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്തു പോകുന്നത്. കാരണം എപ്പിസോഡ് മുടങ്ങാതെ നിങ്ങളെ കാണിക്കണം, നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കണം. നമ്മളുടെ വ്യത്യസ്തമായ ഓരോ ട്വിസ്റ്റുകളും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയുടെ ഓരോരോ എന്താ പറയുക ആ ഒരു ടേക്ക് ഓവറും ടേൺസും എല്ലാം നിങ്ങളുടെ കാണിക്കണം. സോ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, മീൻസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടാണ് നമ്മളുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പം സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. Monday to Saturday 8:30. ആൻഡ് വൺസ് അഗെയിൻ നമ്മളുടെ എല്ലാവരുടെയും ഈ ടീമിനോടും ഏഷ്യാനെറ്റിനോടും വലിയൊരു നന്ദി ഈ ഒരു സമയത്ത് ഞാൻ രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് നമ്മളുടെ ഡയറക്ടർ ശ്രീജിത്ത് പല്ലേരി സർ, പിന്നെ നമ്മളുടെ ക്യാമറ ചേട്ടൻ ഗുണചേട്ടൻ, പിന്നെ നമ്മളുടെ റൈറ്റർ മെയിനായിട്ടുള്ള ആൾ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന അപ്പം തോന്നുന്ന ഓരോരോ എന്താ പറയുക ഐഡിയാസ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐഡിയാസ് വിത്ത് റിയാലിറ്റീസ്. നമ്മളുടെ ഒരു സോഷ്യലി നമ്മൾ താമസിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരു സീരിയലിൽ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് വിനു ചേട്ടൻ. ഒരുപാട് ഉൾക്കൊള്ളാനും അതിനെ ഉൾക്കൊള്ളിക്കാനും ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു എന്താ പറയുക സീരിയലിന്റെ ആ ഒരു ഡ്രാമ മാറി റിയാലിറ്റിയിലേക്ക് വരുന്ന ഒരു സംഭവം നിങ്ങൾക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇവിടെ കോവിഡ് വാക്സിൻ ഒക്കെ എടുത്തോന്നൊക്കെ ചോദിക്കുന്നത്. സോബിന് എടുത്തോ കോവിഡ് വാക്സിൻ? ഇവിടെ വാക്സിന്റെ ക്ഷാമമായിട്ട് ഇരിക്കുമ്പോഴാണ്. നോ 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 ബീന, ഇറ്റ്സ് നോട്ട്. പിന്നെ അതേ കമന്റ് തന്നെ ഒരു 5-8 തവണ ചോദിച്ചിട്ടുണ്ട്. അത് അരവിന്ദനായിട്ടനോട് തന്നെ ചോദിക്കണം രഞ്ജൻ. ഐ എം റിയലി സോറി അബൌട്ട് ദാറ്റ്. തീർച്ചയായിട്ടും സിന്ധു, ഇനിയും ലൈവ് എനിക്ക് വീണ്ടും ഒരു അവസരം നമ്മൾ ടീം ഒരുക്കുകയാണെങ്കിൽ നിങ്ങളെയൊക്കെ വെറുപ്പിക്കാനായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. മുരളിച്ചേട്ടൻ വാക്സിൻ എടുത്തോ? എന്നോട് വാക്സിൻ എടുത്തോ എന്ന് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ തിരിച്ചും ചോദിക്കണ്ടേ? ഞാൻ ഓൾറെഡി എൻ്റെ പ്ലേസ് പറഞ്ഞു കഴിഞ്ഞു, തിരുവല്ലയാണ്. ലിയോ ചേട്ടനൊരു ഹായ്. എനിക്ക് ഇഷ്ടപ്പെട്ട സീരിയൽ തൂവൽ സ്പർശം കൂടെ എവിടെയുമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സീരിയൽ. താങ്ക് യു സോ മച്ച്. ഏതായാലും ഏഷ്യാനെറ്റ് കുടുംബത്തിലെ തന്നെ 2 കുട്ടികളാണ് അവർ, അതുകൊണ്ട് കുഴപ്പം ഞാൻ പരിഗണിക്കാം കേട്ടോ സോബിന്. പിന്നെ ഓക്കെ, സോ ഏകദേശം നമ്മളുടെ എന്താ പറയുക നമ്മുടെ സീരിയലിൻ്റെ ഈ ഒരു ടൈം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും എപ്പിസോഡ് കാണും. ഞാൻ ആക്ച്വലി എപ്പിസോഡ് മിസ് ചെയ്തു ഇന്നത്തെ. നിങ്ങളോടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഐ ജസ്റ്റ് കെപ്റ്റ് ഇറ്റ് അസൈഡ്. പലരും ഇത് റീമേക്ക് ആണോ എന്ന് ചോദിക്കുന്നു. ദിസ് ഇസ് നോട്ട് എ റീമേക്ക്.
ഇത് ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇനി ഈ സ്റ്റോറി എടുത്ത് വേറെ ലാംഗ്വേജിൽ അവർ റീമേക്ക് ചെയ്യുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, നമ്മളുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്. സോ യെസ്, ഇറ്റ് ഈസ് നോട്ട് ഐ ഫീൽ ഇറ്റ് ഈസ് നോട്ട്. ഓക്കെ, താങ്ക് യു സുജിത്, താങ്ക് യു. ഹായ് ബിജിൽ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമ്മൾക്കൊരു കുറച്ച് ഒരു ചോദ്യോത്തരങ്ങളും കൂടി ആയിക്കഴിഞ്ഞാൽ നല്ലതായിരുന്നു. കാരണം എനിക്കിനി നെക്സ്റ്റ് എപ്പം വരാൻ പറ്റും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ഐ എൻജോയ് ടോക്കിംഗ് വിത്ത് യു ഓൾ. നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് സീരിയലിനെ പറ്റി എന്തെങ്കിലും പറയാനായിട്ടുണ്ടെങ്കിൽ പറഞ്ഞു. രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള യുദ്ധം എന്നതിലുപരി ഈ സ്ത്രീകൾ ഇന്നത്തെ സിസ്റ്റം തമ്മിലുള്ള അവരവരുടെ കാഴ്ചപ്പാടിൽ പലതും വിളിച്ചു പറയുവാൻ ഈ സീരിയൽ ശ്രമിക്കുന്നുണ്ട്. അടിപൊളി. ഇതിപ്പോൾ എന്നേലും നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാളാണല്ലോ അത് ജെഫിൻ. എന്നേലും വളരെ നല്ല ഭംഗിയായിട്ട് ആ ഒരു സീരിയലിൻ്റെ എന്താ പറയുക, ഒരു കഥേനെ ഉൾക്കൊള്ളിക്കാനും ശ്രമിച്ച ഒരു വ്യക്തി. അദ്ദേഹം നല്ലൊരു ഡിസ്ക്രിപ്ഷൻ അവിടെ തന്നിട്ടുണ്ട്. സിനിമ ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സിനിമ കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. കിട്ടാത്തതുകൊണ്ടാ ചേട്ടാ. തൂവൽസ്പർശം ഇസ് എ ഗുഡ് സീരിയൽ. അറിയാം, നിങ്ങളെല്ലാവരും അതിനെ ഇതുപോലെ നല്ലൊരു ഫീഡ്ബാക്ക് തന്ന് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നല്ല അടിപൊളി ട്വിസ്റ്റ്സ് ആൻഡ് എക്സൈറ്റിംഗ് എപ്പിസോഡ്സ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാം. ഓക്കെ, ഇപ്പം ഞങ്ങളെ പോലത്തെ ആർട്ടിസ്റ്റുകളോട് പ്രത്യേകിച്ച് എല്ലാവരും ചോദിക്കുന്ന വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്ത് വർക്കാണ് ചെയ്യുന്നതെന്ന്. നമ്മൾ സീരിയലിലുള്ള ഒരു ജോലിയാണ്. നിങ്ങൾ രാവിലെ ചിലർ രാവിലെ ബാങ്കിന് പോകും, ചിലർ സർക്കാർ ജോലിക്ക് വേറെ ഒരു സ്ഥലത്തേക്ക് പോകും, ചിലർ ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അവർക്ക് സൈഡ് ബൈ ആയിട്ട് വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് പറ്റുമോ? അത് അവരുടെ പ്രൊഫഷനാണ്. അതുപോലെ നമ്മളുടെ പ്രൊഫഷനാണ് ഇത്. ദിസ് ഇസ് അവർ പ്രൊഫഷൻ. ഓക്കെ, സോ ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു 90% ആൾക്കാരും ദേ കൺസിഡർ ദിസ് ആസ് ദർ മെയിൻ പ്രൊഫഷൻ. ഇതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇത്. ക്ഷമിക്കണം സിന്ധു, എനിക്കതിപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്ന സീരിയലുകളൊന്നും കാണാറില്ല. കുഴപ്പമില്ല ചേട്ടാ, ഇനിയും കണ്ടു തുടങ്ങിയാൽ മതി. അപ്പം ഞങ്ങളുടെ ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് സീരിയലാണ്. അപ്പം ഞങ്ങൾ ഷൂട്ട് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു മന്ത് തന്നെ പോകും. വിത്ത് ഹാർഡ്ലി ഒരു 5 to 6 days ആണ് ബ്രേക്ക് കിട്ടുന്നത്. ആ ഒരു 5-6 ദിവസത്തേക്ക് ഇപ്പം നമ്മൾ വേറൊരു ജോലിയിലാണെങ്കിൽ നമുക്ക് ആ ജോലി 30 ദിവസത്തേക്ക് വിട്ടിട്ട് അല്ലെങ്കിൽ ഒരു 25 ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കത് ജോലി ചെയ്യാൻ പറ്റില്ല. ഇതിന് നമ്മളിവിടെ ജോലി ചെയ്യുന്നു, നമ്മൾ ആ ചെയ്യുന്ന ജോലി നിങ്ങളെ അറിയിക്കുന്നു, നിങ്ങളെ കാണുന്നു TV സീരിയലിലൂടെ. അതാണ് ഞങ്ങളുടെ സന്തോഷം. അതാണ് ഞങ്ങളുടെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾക്ക് ആക്ച്വലി കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്ന മിടുക്കന്മാരും കുറേ പേരുണ്ട്. ഇറ്റ്സ് എ റിയലി ഗുഡ് തിങ്. പക്ഷേ ഇതാണ് ഇപ്പോൾ എൻ്റെ മെയിൻ പ്രൊഫഷൻ. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം ഓൾമോസ്റ്റ് തീർന്നു എന്ന് തോന്നുന്നു. ജസ്റ്റ് കുറേ കമൻസ് ആണ് വരുന്നത്. ഏതായാലും നിങ്ങളൊക്കെ ഒരുപാട് സമയം ചെലവഴിച്ച്, നിങ്ങളുടെ കുറേ ഡേറ്റ ചെലവഴിച്ച്, നിങ്ങളുടെ ടൈം, ഇതൊരു ഡിന്നർ ടൈമാണ്. സോ അതെല്ലാം മാറ്റി വെച്ച് കഷ്ടപ്പെട്ട് എൻ്റെ ഈ ഒരു ലൈവ് കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ സീരിയൽ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഐ താങ്ക് ഏഷ്യാനെറ്റ് ടീമിനോട് ഒരു വലിയൊരു നന്ദി ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. എനിക്ക് ഈ ഒരു ചാൻസ് തന്നു നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കാൻ പറ്റിയതിലും. എൻ്റെ ക്യാരക്ടറിനെ പറ്റി അധികം ആയില്ല. എൻ്റെ ക്യാരക്ടർ ജസ്റ്റ് ഒരു കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഇറ്റ്സ് ജസ്റ്റ് ബീൻ ലൈക്ക് 3 episodes ഹാർഡ്ലി. അപ്പം കുറച്ചേ ആയിട്ടുള്ളൂ. ഇനി മുന്നോട്ട് ഒരുപാട് ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി ചെയ്യാൻ പറ്റട്ടെ എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും പിന്തുണ വേണം. എല്ലാവരും കാണണം, ഇതുപോലെ ഫീഡ്ബാക്ക്സ് തരണം. നമ്മളുടെ പല താരങ്ങളും ഇതുപോലെ ലൈവിൽ ഡിന്നർ ടോക്ക് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു ടൈമിൽ ഉടൻ തന്നെ പല ദിവസങ്ങളിലായിട്ട് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എത്തിച്ചേരുന്നതായിരിക്കും. അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാം. നിങ്ങളെ സീരിയൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് യെസ്, താങ്ക് യു സോ മച്ച്. അതോടെ ഏഷ്യാനെറ്റ് ടീമിനോടും ഈ ഒരു ടൈമിൽ വലിയൊരു നന്ദി രേഖപ്പെടുത്തുന്നു. ഇടയ്ക്ക് നെറ്റ് ഒന്ന് ഡിസ്കണക്റ്റ് ആവുന്ന ആർക്കൊന്നും തോന്നല്ലേ മക്കളെ. ഇത് ഏഷ്യാനെറ്റ് ടീമിനോടും എൻ്റെ ടീമിലെ എൻ്റെ ഡയറക്ടറിനോടും റൈറ്ററിനോടും ഒക്കെ ഞാൻ വലിയൊരു നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി.
ആൻഡ് യെസ്, എല്ലാവരോടും ഒരു നന്ദി. നിങ്ങളെയാണ് നമ്മളുടെ ഓഡിയൻസ്. സോ നിങ്ങൾ കാണണം, നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, മഹേഷ്, മുരളി, ഉണ്ണി, നീതു ഒക്കെ വീണ്ടും കമൻസ് ആയിട്ട് വരുന്നുണ്ട്. ബട്ട് എനിക്ക് പോവാനായിട്ട് ഏകദേശം ടൈമായി. ഓൾറൈറ്റ്, സോ 9 വേറെ ആയിരുന്നു പറഞ്ഞത്. പക്ഷെ എനിക്ക് അതിന് ഒരു 8-10 minutes മുന്നേ ഐ ആം ലൈക്ക് ഗോയിങ് ടു സ്റ്റോപ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡിന്നർ ടൈം ഒക്കെ ആയി. I request everyone to please enjoy your dinner with തൂവൽ സ്പർശം. എല്ലാവരും അത്താഴം കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ തൂവൽ സ്പർശവും എൻജോയ് ചെയ്ത് നിങ്ങൾ കഴിക്കാം. ഓക്കെ. അയ്യോ, ടെലിവിഷൻ അവാർഡൊക്കെ ഇത്തവണ ഉണ്ടാകുമോ എന്ന് കർത്താവിന് പോലും അറിഞ്ഞുകൂടാ. ഈ കോവിഡ് സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടി സീരിയൽ തന്നെ ഒന്ന് ഷൂട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാനാണ് നോക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് പേരുടെ എന്താ പറയുക, ഈ ഒരു സാഹചര്യത്തിൽ പലരുടെയും ഡ്രീംസ്, പലരുടെ മൂവീസ്, പലരുടെ എന്താ പറയുക, പല പല പ്രോജക്ട്സിൻ്റെ ഹോൾഡിൽ വെച്ചിരിക്കുകയാണ്. ഒരുപാട് തിയേറ്റർ റിലീസസ് ബ്ലോക്ക്ഡ് ആണ്. സോ നമ്മൾക്ക് ഈ ഒരു സാഹചര്യം എത്രയും പെട്ടെന്ന് മാറാനായിട്ട് പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. അതിനെ നമുക്ക് പ്രയത്നിക്കാം. അപ്പോൾ ആ ഒരു സാഹചര്യം മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ടുള്ള അവാർഡും കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി ചിന്തിക്കുക, അല്ലേ? ഓക്കെ, എന്തായാലും ഇപ്പം തുടങ്ങിയ ഒരു സീരിയലാണ്, നിങ്ങൾ എല്ലാവരും കാണുക. താങ്ക് യു. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. കമൻസ് വീണ്ടും വരുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ടൈം ഫോർ മീ ടു ലീവ് ആൻഡ് ബിഡ് എ ഗുഡ് ബൈ. സോ എല്ലാവരും തൂവൽ സ്പർശം കാണുക. എല്ലാവരോടും നന്ദി. ഓക്കെ, സോ ടേക്ക് കെയർ, ബി സേഫ്, സ്റ്റേ സേഫ്. പിന്നെ ഓണത്തിന് മുന്നേ നമ്മളിനി കാണുമെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ഇന്ന് August 1 അല്ലേ? അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. ഓക്കെ.